Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon. ആരാണ്? മിസ്സിന്റെ അടുത്ത് ഗുഡ് ആഫ്റ്റർനൂൺ പറയണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞതാ. ആണോ? എല്ലാവരും പറയണ കേൾക്കുമ്പോഴേ അവർക്ക് പറയണം തോന്നിട്ട് പറഞ്ഞതാ. പറഞ്ഞോ. രണ്ടുപേരുണ്ടാ? ആ 2 കുട്ടികളെ. എനിക്ക് കേട്ടിട്ടോ ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, Miss. Good afternoon, ദിവ്യ. നാളെ ക്ലാസ്സിലാകുന്ന ഇൻഫോർമേഷൻ തന്നിരുന്നോ? തന്നിരുന്നു മിസ്. അതിന് പകരം ശനിയാഴ്ച ക്ലാസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ശനിയാഴ്ച അപ്പോ 6 ഷാമിസ് ആയിക്കോട്ടെ എടുക്കുന്നേ. ഫ്രൈഡേ ഞാൻ ലീവാ, നാട്ടിൽ പോവാ. എവിടെ പോ? നാട്ടിലേക്ക് വരിക. ഓ. അപ്പൊ അതിൻ്റെതായ കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് തിങ്കളാഴ്ചയാ പോകുന്നത്. റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി, കുഴപ്പമില്ല. അത് ഭയങ്കര മടി പിടിച്ച സംഭവമായതുകൊണ്ടാണ്. ശരിയാണ്, റെക്കോർഡ് ക്ലാസ് കാണാൻ ശരിക്കും ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരഞ്ഞെടുത്ത് കണ്ട് എടുക്കാന്നുള്ള ചിലപ്പോ എന്താണെന്നറിയോ, അത്യാവശ്യം എന്തെങ്കിലും പോയിട്ട് നമ്മൾ അവിടെ വിടും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. മറ്റേത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടേ. പ്രയർ ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്, ഞാനാ. ശരി. സത്യമായി സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധന്മാദികളെ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും അല്ലാഹും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്കെപ്പോഴും. Okay, thank you. Thought of the day. ഞാനാണേ. Good afternoon, Miss and my dear friends. Today's thought: education is the most powerful weapon which you can use to change the world. Thank you, Miss. Okay, thank you. Signing ഉണ്ടോ? Yes, Miss. Good afternoon, Miss. Good afternoon, friends. Our beloved teacher Adira Miss and all my dear friends, welcome to today's class. ഇന്ന് ഞാൻ ചെറിയൊരു സ്റ്റോറി കേട്ടോ. ആ സ്റ്റോറി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ അത് കഴിഞ്ഞിട്ട് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ചെറിയൊരു പാസേജ് മാർക്കാണ്. സാറാസ് ഡേ അറ്റ് ദ ബീച്ച്.
Sarah went to the beach with her family. The sand was warm and the water was cool. She built a big sandcastle with a shell on a top. Sarah found a starfish by the water. She played all day and had ice cream before going home. Okay, ആണോ? ഞാൻ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. Okay, ചോദിക്കൂ. Where did Sarah go? She went to the beach. Yes, correct. What did Sarah build? She built a castle with a shell on the top. Yes, sandcastle. What did Sarah find by the water? Starfish. Yes, correct. What did Sarah put on top of the sandcastle? Shell. Yes, correct. What did Sarah have before going home? Ice cream ആണോ? Ice cream. Yes. Very good. Apo, ശരി. Thank you. Okay, Vishnu, thank you. നമ്മുടെ ഡെവലപ്മെന്റ് പ്രൊഫൈലിലെ റൈറ്റിംഗ് ആണ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? എങ്കിലത് പറയാണ് കേട്ടോ. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എഴുതേണ്ടത്? ഫസ്റ്റ് ഫ്രം ടു അല്ലെ? ഫ്രം നെയിം, നിങ്ങളുടെ നെയിം, അഡ്രസ്, ടു ദ കറസ്പോണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, ദെൻ അഡ്രസ്. സബ്ജക്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ഏത് പോസ്റ്റ് ആണ് അനുസരിച്ച് നമുക്കത് മാറ്റാം അല്ലെ? നമുക്ക് ടീച്ചിങ് പോസ്റ്റ് ആണ് അല്ലെ? Subject application for the post of a teacher. Respected sir or madam. I came to know that there is a vacancy for the teacher's post. I apply myself for the same. My biodata is in the overleaf. Being considered for the post, I will send the post. I will send sincere and research and oriented hard work for the development of your school. Then thank you. Yours faithfully, signature, date, place. Okay. ഇതൊരു ലീവ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചെയ്തിട്ടുണ്ടോ? Yes, ma'am. Teacher post. ടീച്ചർ പോസ്റ്റിന് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല ഇതില്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൃത്യമായിട്ട് എഴുതുമ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ എവിടെയും വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു അപ്ലിക്കേഷൻ എഴുതണമെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് അല്ലേ? ഒരു ഒഴിവുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് എഴുതുമ്പോ എപ്പോഴും നമ്മളും എങ്ങനെ എഴുതേണ്ടത്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ സ്മോൾ ലെറ്റേഴ്സ് ആണോ ഉപയോഗിക്കേണ്ടത്? സ്മോൾ ലെറ്റേഴ്സ് ആണോ ഉപയോഗിക്കേണ്ടത്? ക്യാപിറ്റൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ കംപ്ലീറ്റ്ലി നമ്മളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രം ആ ലെറ്റേഴ്സ് ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാതെ ശ്രദ്ധിക്കണം. ചിലർ അങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നവരുണ്ട്. അതെന്താ അങ്ങനെ എഴുതിയത്, എന്താ ഇങ്ങനെ എഴുതിയെന്ന് വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പൊ ചോദിക്കാതിരിക്കാൻ വേണ്ടി നമുക്കത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ തന്നെയാണ്. മാറ്റർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ടീച്ചിങ് പോസ്റ്റിൽ ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ ലെറ്റേഴ്സിൽ ഒരു കാരണവശാലും ചുളുക്ക് അങ്ങനെ ഒന്നും വരരുത് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സ് എപ്പോഴും ഒരു കവറിൽ നല്ല കൃത്യമായിട്ടുള്ള ലൈനിൽ മടക്കിയിട്ടായിരിക്കണം ഉള്ളിലേക്ക് വെക്കേണ്ടത്. ഓക്കെ, ചുളിഞ്ഞ കവറുകളായിട്ട് കൊടുക്കുന്നത് നമ്മൾക്കാണ് മോശം, അവർക്കല്ല നമ്മൾക്കാണ് അത് മോശം. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. പേപ്പറൊന്നും ചുരുണ്ടോട്ടെ എന്താ കുഴപ്പമൊന്നുള്ളത് നമ്മൾ ചിന്തിക്കരുത്. അത് ചുരുളാതെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ടീച്ചേഴ്സ് ലീവിന്റെ ആപ്ലിക്കേഷൻ ആണ്. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ എഴുതിയിട്ടാണോ? എഴുതി സ്കൂളിൽ പ്രിന്റഡ് ആയിരിക്കുമോ? എങ്ങനെയായിരിക്കും?
ലീവ് ആപ്ലിക്കേഷൻ സ്കൂളില് ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എഴുതണോ? ഇത് പ്രിന്റഡ് ആയിരിക്കില്ലേ? ആയിരിക്കും അല്ലെ, സ്കൂളിൽ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് മാത്രം കൊടുക്കാം. ഓക്കെ, ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷനിലെ നെയിം, പോസ്റ്റ് ലാൻഡ് കോഡ്, ഹെഡ് ഓഫ് ദ ലീവ്, ഡേറ്റ് ഓഫ് വിച്ച് ലീവ് ഡിക്ലേർഡ്, നമ്മൾ എവിടെ നിന്ന് എത്ര ദിവസങ്ങൾ ലീവ് എടുക്കണം, പിന്നെ അതിന്റെ റീസൺ എന്തായിട്ട് എഴുതണം. പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്. നമുക്ക് ടീച്ചേഴ്സിന് ഇത്ര ലീവ് എന്നുള്ളത് ഉണ്ടായിരിക്കും അല്ലെ. പെർമനന്റ് ടീച്ചേഴ്സിന് ലീവ് വ്യത്യാസമാണ്. പിന്നെ നമ്മള് അല്ലാതെ ഡെയിലി വേജസ് പോകുന്ന ടീച്ചേഴ്സിന് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്? ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്ന ടീച്ചർമാർക്ക് വേണോ ഈ ഒരു ആപ്ലിക്കേഷൻ? വേണോ? ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് വേണ്ട. പെർമനന്റ് ടീച്ചേഴ്സിന് മാത്രമാണ് അവിടെ സ്കൂളില് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ടായിരുന്നു. ഇൻഫോം ചെയ്യേണ്ടി വരും അല്ലെ? ഇൻഫോം ചെയ്യാം, നമ്മൾ ഇൻഫോം ചെയ്യാൻ റീസൺ പറയാം, എത്ര ദിവസമാണുള്ളത് അവരോട് ഇൻഫോം ചെയ്യാം. അല്ലാതെ നമ്മള് ആപ്ലിക്കേഷൻ പെർമനന്റ് അല്ലാത്ത ടീച്ചേഴ്സിന് വേണ്ട, അല്ലാത്തവർക്ക് ഇത് വേണം. പിന്നെ ലീവ് ഓൾറെഡി ടേക്കൻ ബിഫോർ ദിസ്, ദെൻ ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ ബിഫോർ ദിസ്. നമ്മുടെ ലീവ് എടുക്കുന്ന സമയത്ത് എത്ര ലീവുകൾ ഉണ്ട്? ചിലപ്പോൾ ഒരു 15 ലീവ് അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത്. അതുപോലെ തന്നെ ലീവ് പലതരത്തിൽ എടുക്കാം നമുക്ക്. ഇപ്പൊ മെഡിക്കൽ ലീവ്സ് ഇല്ലേ, മെഡിക്കൽ ലീവ് എത്ര ദിവസം വരെ കിട്ടുമെന്ന് അറിയാമോ? മെഡിക്കൽ ലീവുകള് പോട്ടെ, മെറ്റേണിറ്റി ലീവ് ടീച്ചേഴ്സിന് എത്ര നാളെ കിട്ടും? മെറ്റേണിറ്റി ലീവ് 6 മാസം. യെസ്, 6 മാസം. അതിനും ഈ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ആപ്ലിക്കാൻ, അത്രേ ഉള്ളൂ. ഇത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. എന്താണ്? ഓഫീസ് യൂസിനുള്ള അല്ലെ. ഇത് ബാക്കി, ഇതിന്റെ ബാക്കിയാണിത് കേട്ടോ, ഇതിന്റെ ബാലൻസ് ആണിത്. ഓഫീസ് യൂസിനുള്ളത് ലീവ് പെർമിറ്റഡ്, നോട്ട് പെർമിറ്റഡ് ഡേയ്സ്, പിന്നെ ഡേറ്റ് ഓഫ് പെർമിഷന്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും, ലീവ് വിത്ത് പേ, ലോസ് ഓഫ് പേ. പിന്നെ മെറ്റേണിറ്റി ലീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലീവ് എടുക്കുന്നതിന്റെ പൈസ നമ്മൾക്ക് കിട്ടും. മെറ്റേണിറ്റി ലീവില് ലീവ് വിത്ത് പേ ആണോ ലോസ് ഓഫ് പേ ആയിരിക്കും മെറ്റേണിറ്റി ലീവിലെ ടീച്ചേഴ്സിന്? വിത്ത് പേ അല്ലേ? വിത്ത് പേ ആണ് അല്ലെ. പൈസ ഇപ്പൊ ഈ ഒരു കുറച്ച് നാൾ പോലെ എന്താണ് ലീവ് വിത്ത് പേ ആണ്, ലീവ് എടുത്താലും പൈസ ലഭിക്കുന്നതാണ്. ഒരു കുറച്ച് നാൾ പോലെ എങ്ങനെയായിരുന്നു? ലോസ് ഓഫ് പേ ആയിരുന്നു. പിന്നെ നെയിം ഓഫ് ദ സ്കൂള്, വെദർ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഫോർ ലോസ് ഓഫ് പേയ്മെന്റ് ഈസ് അറ്റാച്ച്ഡ്. പേയ്മെന്റിന്റെ കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചാനൽ ഫോർ അപ്ലൈയിങ്, ചാനൽ ഓഫ് അപ്ലൈയിങ്. പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് ഐ വെരിഫൈഡ് ദ ബാലൻസ് ഓഫ് ലീവ് ഇറ്റ് ഈസ് ഡാഷ് ഡേയ്സ്, എത്ര ഡേയ്സ് നമ്മൾ എടുത്തു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർ ഇൻഫോം ചെയ്യാം. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റൽ സീല്. ലീവ് സാങ്ഷൻഡ് ആൻഡ് റിഫ്യൂസ്ഡ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കുള്ളൂ സൈൻ വരുന്നത്. ഇതിലായിരിക്കും സൈൻ വരുന്നത്? ലീവ് സാങ്ഷൻഡ് ആയിരിക്കോ റിഫ്യൂസ്ഡ് ആയിരിക്കോ? സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്താ മിസ് പറഞ്ഞ മനസ്സിലായില്ല. ലീവ് സാങ്ഷൻ ആയി ഇവിടെ എവിടെയായിരിക്കും ടിക്ക് മാർക്ക് വരുന്നത്? ലീവ് സാങ്ഷൻ ഓർ റിഫ്യൂസ്ഡ്? മാക്സിമം സാങ്ഷൻ ആയിരിക്കും. അതായത് ചിലപ്പോൾ ടീച്ചർ കൂടുതൽ ലീവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ലീവ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് റെഫ്യൂസ് ചെയ്യുവരെ. ഓക്കെ, ഒരുപാട് ലീവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ റെക്കോർഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റൽ. ഇത് നമ്മൾക്ക് ഒന്നും ചെയ്യേണ്ട, അത് സ്കൂളിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ്. അവിടെ നേരെ പോയി പ്രിന്റ് എടുക്കുക. പെർമനന്റ് ആയി കഴിഞ്ഞുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടോ. ബാക്കി അതൊന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ചില ഓഫീസിൽ അവർ തന്നെ ഫില്ല് ചെയ്ത് തരും. സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ക്ലർക്കുകളുണ്ടെങ്കിൽ അവർ തന്നെ ഫില്ല് ചെയ്ത് തരാറുണ്ട്. നമ്മൾ സൈൻ മാത്രം ഇട്ടാൽ മതി. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർ ചെയ്തു തരും. ഓക്കെ, ഇല്ലെങ്കിൽ തന്നെ ഫില്ല് ചെയ്യാന്നുള്ളവരാണെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന ഭാഗം കഴിഞ്ഞത് അത്രേ ഉള്ളൂ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ അപർണ ടീച്ചർ എടുത്തോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല. ഇല്ല മിസ്സേ. ഇതെന്താ മിണ്ടിയില്ലല്ലോ? ഇല്ല ഇല്ല. എന്താണ് മിണ്ടാതിരുന്നത്? എടുത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്നലെ ആ ചാപ്റ്റർ പറഞ്ഞില്ലേ എടുത്തില്ല എന്നുള്ളത്, ചാപ്റ്ററിന്റെ നമ്പർ
പറഞ്ഞില്ല. പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് ഈ വീക്ക് ലാസ്റ്റ് ആണ് ഈ ചാപ്റ്റർ തീർക്കേണ്ടത്. അപ്പോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ടെൻഡൻസീസ് ഓഫ് മാനും കമ്മ്യൂണിക്കേഷനും മാത്രമുള്ളൂ നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ളത്. കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിയിട്ട് പറയോ? പറയാം. എല്ലാ മിസ് എടുത്ത ചാപ്റ്റർ ടീച്ചർ ഇവിടെ എല്ലാവരും എടുക്കുന്നത്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ആണ്. ടീച്ചറിനെ മീറ്റിംഗിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കിട്ടാറില്ല. ക്ലാസ്സുള്ള ടൈമിലായിരിക്കും ടീച്ചറിന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിലായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ടീച്ചറിന് രാത്രിയും ക്ലാസ് ഉണ്ട്, നൈറ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ നാളെ ഇന്ന് നേരിട്ട് കാണും. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങള് പാർട്ട് 2 യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് ഇതുവരെ വന്നില്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റ് മോക്ക് ടെസ്റ്റ് കിട്ടില്ല. ഓക്കെ, അത് ഇടാൻ പറയാം കേട്ടോ. ഇട്ടിട്ടുണ്ടാവും, അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കൊടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ അടുത്ത ദിവസം ഇടാൻ പറയാം. കൊറേ കാലമായാലും മിസ്സിനോട് അപ്പൊ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അല്ലെ? ഓക്കെ, പറയാട്ടോ. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ക്ലിയർ അല്ലേ? അത് ലീവ് ആപ്ലിക്കേഷൻ ഫോമിലോ? ഒന്നുമില്ലല്ലോ. ഓക്കെ ആണ്. ബാക്കി നമ്മളുടെ അപ്പോ ഇതിലെ ഇനി കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? ഓക്കെ അല്ലേ? ഇനി നോട്ട് കിട്ടാത്ത ബാക്കിയുള്ളത് സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിങ്ങിന് നോട്ട് കിട്ടിയിട്ടില്ലല്ലോ അല്ലെ? സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിങ്, ഗുഡ് മാനേഴ്സിന്റെ കിട്ടിയിട്ടില്ല അല്ലെ? കിട്ടിയിട്ടില്ല. ഗുഡ് മാനേഴ്സ്, സൂപ്പർവിഷൻ, പിന്നെ മാൻ ആൻഡ് എൻവയോൺമെന്റ്. അത്രയല്ലേ ഉള്ളൂ? അതെ അതെ, അത് ഇട്ടേക്കാട്ടോ. നമുക്ക് വേറെ ഒന്നുമല്ല പിള്ളേരെ, സോറി പിള്ളേരെ നെച്ചയിൽ അങ്ങനെ വിളിക്കുന്നോട് വെച്ച് പോയതാണ് കേട്ടോ. നമുക്ക് സമയം എന്ന് പറഞ്ഞ സാധനം ഒരു കാരണവശാലും കിട്ടുന്നില്ല. ഇപ്പൊ 4 പീരീഡാണ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ. ശരിക്കും പറഞ്ഞാൽ ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ പോലും ടൈമില്ല. പിന്നെ അല്ലാതെ കുറെ ക്വസ്റ്റ്യൻസ്, റെക്കോർഡുകള്, പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽസിനുള്ള ക്ലാസ്സുകൾ എടുക്കാനായിട്ട്, അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ഇടാനുള്ള സത്യം പറഞ്ഞാൽ നേരം കിട്ടുന്നേ ഇല്ല. പക്ഷെ എങ്കിലും മാക്സിമം വെച്ചിട്ട് ഉറങ്ങാനും കൂടി പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഉറങ്ങാനേ പറ്റുന്നില്ല, സമയമില്ല, ഉറങ്ങാൻ പോലും സമയമില്ലാണ്ടായി. അതിന്റെ ഇടയിൽ 1, 2, 3 കോൺവൊക്കേഷൻസ് വരും. അതിന്റെ പ്രോഗ്രാംസ്, അതിന്റെ ആങ്കറിങ് എന്നുള്ളത് നിസ്സാര പരിപാടിയല്ല കേട്ടോ. ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. ഇതിപ്പോ ഞാൻ 4ാമത്തെ ആങ്കറിങ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. ഇപ്പൊ അടുത്ത നാളെ ഇൻവൈറ്റ് ചെയ്ത ഞങ്ങളുടെ ബാച്ചിൽ തന്നെയാണ്, ഞങ്ങൾ പഠിച്ച ബാച്ചിലെ. ഒരു ടെൻഷനാണ് ആ ഒരു സമയം. ഒരു ദിവസം പോലും കുറെ നേരം ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എനിക്ക് കുറെ സമയം പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ട്രിപ്പ് ഞാൻ പോയി കേട്ടോ. ഇതിന്റെ ഇടയിലേക്ക് ഒരു ട്രിപ്പ് ഒപ്പിച്ച് പോയി, വണ്ടി എടുത്ത് വിളിച്ച് ഞങ്ങളത് കറങ്ങാൻ പോയി. വാൽപ്പാറ, ഊട്ടിയിലേക്ക് ഇനി ഒരു 30 കിലോമീറ്റേഴ്സ് ബാക്കി ഉണ്ടായിരുന്നു. അവിടെ വരെ പോയി. നല്ലൊരു ദിവസമായിരുന്നു, ഞായറാഴ്ച. അന്ന് വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇരുന്ന് ഞാൻ പഠിക്കുകയാണ്. PG ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ FTയിലുണ്ട്, അല്ലാതെ നമ്മുടെ ഡിപ്ലോമയുടെ PG ഉണ്ട്. അവിടെ വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ കണ്ടിന്യൂസ് ചെയ്ത് ഞാൻ പറയുമ്പോ കുറെ ബുക്കൊക്കെ കൊണ്ട് കുറച്ച് അടുക്കളയിൽ വെക്കും, അല്ലെങ്കിൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ തുണി ഇട്ടിട്ട് ബാക്കി ഇരുന്ന് പഠിക്കും. ഇങ്ങനെയൊക്കെ തന്നെ പരിപാടി. മൊത്തം ബിസിയാണ് ഞങ്ങള്. ഓരോ ബാച്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞയക്കണം, നിങ്ങളുടെ പ്രാക്ടിക്കൽസ്, നിങ്ങളുടെ വൈവ, അത് കൂടി കഴിഞ്ഞാൽ ഒന്ന് സമാധാനം. നിങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ ഒരു സമാധാനമാവുള്ളൂ കേട്ടോ. നിങ്ങൾ പോണേന്നല്ല സമാധാനം നമ്മൾ നിങ്ങളുടെ ബാച്ചിന്റെ കൂടിയാണ് ടൈറ്റ് ഷെഡ്യൂളാണ്. അതുവരെ ഒന്നും ഞങ്ങൾക്ക് ഇച്ചിരി ഓടാറുണ്ട്. ഓക്കെ, ടീച്ചർമാരായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കൂളിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം ഒരിക്കലുള്ളൂ. യൂണിറ്റ് ക്രാഫ്റ്റ് നിങ്ങളുടെ കയ്യിലിപ്പോ ടെസ്റ്റ് ഉണ്ടോ? ഉണ്ട് മിസ്. ടെൻഡൻസീസ് ഓഫ് ഞാൻ പാർട്ട് 3 കിടക്കുന്നത്.
നോക്കി. അതെ മിസ്സേ, പാർട്ട് 3 9th ചാപ്റ്റർ. 9th chapter. മൂവ്മെന്റ് എടുത്തായിരുന്നോ യൂണിറ്റ് 8? ഇല്ല മിസ്സേ, യൂണിറ്റ് 7ഉം 8ഉം 9ഉം 10ഉം എടുക്കാനുണ്ട്. 9 ആണ് പറഞ്ഞത്, ഇൻവെൻഷൻസ് ഓഫ് മാന്. പിന്നെ 10th വൺ മോണ്ടിസോറി ടേംസ്. കമ്മ്യൂണിക്കേഷൻ അപ്പൊ അപർണ മിസ് എടുക്കാം. അത് പാർട്ട് 4-ലല്ലേ കമ്മ്യൂണിക്കേഷൻ? അതാ പറഞ്ഞ മിസ് ആവൂലേ? ഇതില് 4ഉം 7ഉം ജിഷ മിസ് എടുക്കുന്നല്ലേ പറഞ്ഞല്ലേ? സെൽഫ് കൺസ്ട്രക്ഷൻ. എനിക്കറിയില്ല, പാർട്ട് 3 ആദ്യമായിട്ട് എടുക്കുന്നതാണ്. അവർ ടീച്ചറാണ് എടുക്കാറ്. ടൈം മെമ്പറില്ല, ടൈം ഷെഡ്യൂളാണ്. കുറെ ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്, കുറെ ബാച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാണ്. നോക്കട്ടെ കേട്ടോ, ചാപ്റ്റർ എടുക്കാൻ അതിലും വലിയ പാടാ. അല്ല, ഇത് പറഞ്ഞ PDF വന്നായിരുന്നോ? വന്നു മിസ്. യൂണിറ്റ് 9 അല്ലല്ലോ? 8 ആണ്. 8 ആണ് വന്നേക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇതൊന്ന് എടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരല്ലേ അത്യാവശ്യം? ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കണം കേട്ടോ. ബേസിക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള IT കാര്യങ്ങൾ ചെയ്യാൻ അറിയാലോ? അറിയാം. ആരത്? ജിഷയോ? ജിഷ എവിടെയായിരുന്നു? കാണാറേ ഇല്ല ക്ലാസ്സില്. ടീച്ചർ ആങ്കറിങ് ഉണ്ടായിരുന്നു. ഈ മാസം ഫുൾ ഉണ്ട്. ഇപ്പോ ഫുൾ ബിസിയാണ്. ചില ദിവസം മാത്രം ബ്രേക്ക് കിട്ടും. ഓക്കെ. ഇത് ഓപ്പൺ ആവുന്നില്ല കേട്ടോ, ഒരു മിനിറ്റ്.
കാണാലോ PDF? ഇനി ടീച്ചർ ചോദിക്കുന്ന കാര്യങ്ങളെ ഒന്ന് നിങ്ങള് ടിക്ക് മാർക്ക് ചെയ്ത് ഒന്ന് പറയണേ, ടിക്ക് ചെയ്യാനാണ് എനിക്ക്. നമ്മുടെ പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കംപ്ലീറ്റഡ് ആണ് അല്ലെ? പാർട്ട് 1 സിലബസ് കഴിഞ്ഞിട്ടോ? സെക്കൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി കംപ്ലീറ്റഡ് ആണ് അല്ലെ? Montessori methods of teaching. Maria Montessori teaching methods. Law of natural development. Law of natural development ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സെൽഫ് കൺസ്ട്രക്ഷൻ ഇല്ല, എടുത്തിട്ടില്ല. ബിസിനസ് എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എടുത്തിട്ടില്ല. ഓക്കെ. പിന്നെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അതാ പറഞ്ഞ മാം. എടുത്തു. സൊസൈറ്റി ഓഫ് കൊഹഷൻ അതും എടുത്തു. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അത് മുതൽ അങ്ങോട്ട് എടുത്തിട്ടില്ല. മൂവ്മെന്റ് അപർണ എടുക്കും. ഓക്കെ. ടെൻഡൻസീസ് ഓഫ് മാൻ ആൻഡ് മോണ്ടിസോറി ടൈപ്സ്. ഇനി ബാക്കി ഇത്രയല്ലേ ഉള്ളൂ? ടെൻഡൻസീസ് ഓഫ് മാൻ, മൂവ്മെന്റ്, മോണ്ടിസോറി ടൈംസ്, പിന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ. ഇത്രയല്ലേ ഉള്ളൂ? അതെ. പാർട്ട് 4 പേപ്പർ 6 കമ്മ്യൂണിക്കേഷൻ മാത്രം. ഇതിൽ 9 ചാപ്റ്റർ ഞാനാണ് എടുത്തത്. അതെ മിസ്. അതിലും പിന്നെ പാർട്ട് 2 ടീച്ചർ എത്ര ചാപ്റ്റേഴ്സ് എടുത്തു? ചൈൽഡ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഞാനാണോ എടുത്തത് നിനക്ക് അല്ലേ? അതെ. പാർട്ട് 2 ഫുള്ള് യൂണിറ്റ് മിസ് ആണ് എടുത്തത്. ഇനി ഒരു മോണ്ടിസോറിന്റെ സർട്ടിഫിക്കറ്റ് ഭയങ്കരമായിട്ട് പഠിച്ചില്ലേ? പാർട്ട് 3 മാത്രം അറിയാത്തുള്ളൂ. ഓക്കെ. യെസ്, ഇത് നമ്മൾ യൂണിറ്റ് 9 എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഓക്കെ. തന്നെ കോൺഫിഡൻസ് കളഞ്ഞല്ലേ? എന്താണ് ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറഞ്ഞ? ടെൻഡൻസീസ് ഓഫ് മാൻ എന്താണ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഡൻസി ഉണ്ടോ? ടെൻഡൻസി ഒന്നുമില്ല. ടെൻഡൻസി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മള് അല്ലെ? ആണോ? എന്തിനൊക്കെ ടെൻഡൻസീസ് ഉണ്ട് നമുക്ക്? ചീത്ത പറയാൻ തോന്നാറില്ല ഇടക്ക്? ചീത്ത പറയാൻ തോന്നാറുണ്ട്. ചിരിക്കാൻ തോന്നാറില്ല? ചിരിക്കാൻ തോന്നാറുണ്ട്. പിന്നെ കരയാൻ തോന്നാറില്ലേ? ഉണ്ട്. എല്ലാ തരത്തിലുള്ള വികാരങ്ങൾ തോന്നാറുണ്ട്. അത് തന്നെയാണ് നമ്മുടെ എന്താ ടെൻഡൻസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറെ പ്രവണതകളാണ് അല്ലെ? മനുഷ്യർ ഇത്തരം ടെൻഡൻസികൾ കൊണ്ട് നിർബന്ധമാണ്. അതായത് നമ്മളുടെ വികാരങ്ങൾ ഒരിക്കലും എപ്പോഴും പ്രഡിക്റ്റബിൾ അല്ല അല്ലെ? നമ്മൾ എപ്പോഴും എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ഇന്ന തരത്തിലൊരു ഇമോഷൻ വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അത് വരുന്ന ഇപ്പൊ വിഷമം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിഷമിച്ച് വരും. ഇമോഷണലി നമ്മൾ വീക്ക് ആവും, ഫിസിക്കലി മെന്റലി വീക്ക് ആവുന്നവരുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം കയറുന്ന സമയത്ത് എങ്ങനെയാണ്? ദേഷ്യം കയറുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ശരീരത്തില്? ദേഷ്യം കയറുമ്പോൾ കുടുങ്ങി ചിരിക്കോ? ഇല്ല. എങ്ങനെയാണ് തോന്നാറ്? ഒന്നും തോന്നാറ്? ദേഷ്യം കയറുമ്പോ ഒന്നും ഒരു വികാരങ്ങളും ഇല്ലാത്തവരാണ് 86 ആണോ? ജിഷക്ക് ദേഷ്യം കയറുമ്പോ എന്താ വരാറ്? ദേഷ്യം വരുമ്പോ കരയാനുള്ള പ്രവണത വരും. ടെൻഡൻസി. ദേഷ്യം വരുമ്പോഴാ കരയോ? അറിയാതെ കണ്ണിക്കൂടെ അങ്ങനെ വെള്ളം വന്ന് ഡാം പൊട്ടി വീഴും മിസ്സേ.
ആ ഇപ്പൊ പറഞ്ഞു കരയോലോ. എനിക്ക് വയ്യ മിസ്സേ, എനിക്ക് ജലദോഷം തലവേദനയും പനിയൊക്കെയാ. ആണോ? അതുകൊണ്ട് ഇനിയിപ്പോ കരയരുത് കേട്ടോ. ഞാൻ ചോദിച്ചത് എങ്ങനത്തെ വികാരങ്ങളാണ് ഇപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ദേഷ്യം വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പല രീതിയിൽ ഫിസിക്കലി ബോഡി അത് കാണിക്കും കുറെ കാര്യങ്ങൾ. ഫസ്റ്റ് കയ്യിൽ ശരിക്കും ദേഷ്യം കയറും അല്ലെ. പിന്നെ അത് കണ്ണിലേക്ക്, ഫേസിലേക്ക്, ചുണ്ടിലേക്ക്, കണ്ണിലോട്ട്, കവിള്, തല, ഒറ്റിപ്പ് എല്ലാ ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കും ദേഷ്യം കയറി കഴിഞ്ഞാൽ അല്ലേ. അതെ മിസ്. സൗണ്ട് കൂടും. കൺട്രോൾഡ് ആണ് നമ്മൾ ചില കാര്യങ്ങളില്. ചില ടെൻഡൻസീസ് ഇങ്ങനെ കുറെ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് മോണ്ടിസോറി ഇവിടെ 14 ടെൻഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യന്റെ 14 ടെൻഡൻസീസ് പറയുന്നുണ്ട്, പല രീതിയിലുള്ളത്. നമ്മുടെ ഫിസിക്കലി ഉണ്ടാവുന്നത്, മെന്റലി ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രവണതകളാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോ ടെൻഡൻസി മൂലമാണ് നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. സമൂഹത്തിൽ പല കാര്യങ്ങളും നടക്കുന്ന ഇത്തരം ടെൻഡൻസീസ് മൂലമാണ് അല്ലെ, പ്രവണതകൾ. ഒരാളെ പ്രൊവോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ തോന്നിപ്പിക്കുന്നതാണ് എന്ത് പ്രവണത എന്നത്. ഇപ്പൊ ഒരാളെ കൊല്ലാൻ തോന്നുന്നത് എന്താണ്, അവർ മെന്റലി ഡിസ്റ്റർബഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ മനസ്സ് തോന്നുന്ന അത് കൊല്ലാൻ തോന്നുന്ന ഒരു ടെൻഡൻസി അല്ലേ ആൾക്ക്. അതൊരു വികാരമാണ്. അത് കൊല്ലുന്ന ആൾക്ക് അതൊരു വികാരമാണ്. അത് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരുന്ന ആൾ ചെയ്യുന്നു. യെസ്. പിന്നെ നമുക്ക് കരച്ചിലും വിഷമവും മാത്രമല്ല, അല്ലാതെ നമുക്ക് വരുന്ന മറ്റേതാണ് ദേഷ്യം വരുന്നത്, സന്തോഷം വരുന്നുണ്ട്. സന്തോഷം വരുമ്പോൾ അങ്ങനെയാണ് നമ്മള് ഹാപ്പിനെസ് ഒരു ടെൻഡൻസിയാണ് നമ്മുടെ. ഹാപ്പിനെസ് നമ്മുടെ ഏറ്റവും ശരീരത്തിലുള്ള ഒരു കാര്യം, ഏറ്റവും മെന്റലി ഫിസിക്കലി നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പക്ഷെ അത് വരാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാറില്ല. ഹാപ്പിനെസ് വരുന്നിടത്ത് നമ്മൾ അവിടെ ഇമോഷനെ കൊണ്ടുവന്നിടും. ഹാപ്പിനെസ് വരേണ്ട സമയമായിരിക്കും, പക്ഷെ അത് അങ്ങനെയായിപ്പോലെ ഇനിയിപ്പോ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല എന്നുള്ള വികാരത്തെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്, ഹാപ്പിനെസ് കളയാനായിട്ട് കൊണ്ടുവന്ന ഒരു പ്രവണതയാണ് എന്തവിടെ, ഇമോഷൻ. മറ്റു ഫീലിങ്സ് അവിടെ വരികയാണ്. ഈ വിഷമം വന്നു കയറുമ്പോൾ നമ്മള് ചില സിറ്റുവേഷൻസ് അങ്ങനെ പറ്റാറുണ്ട് ഇല്ലേ. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ അത് ഇന്നിപ്പോ ഈ സന്തോഷത്തില് അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഇമോഷൻ തകർക്കാറുണ്ട് അല്ലെ. ഹാപ്പിനെസ് തകർക്കാറില്ല നിങ്ങൾ? ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഉണ്ട് മിസ്. ഉണ്ട്. അതാണ് നമ്മൾക്ക് നമുക്ക് പല രീതിയിലുള്ള വികാര വിചാരങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നത്. സൈക്കോളജിക്സ് പഠിച്ച് ഇത്രയും ചാപ്റ്റേഴ്സ് കടന്നവരാണ്. ഇപ്പൊ നമുക്കറിയാം ഒരാളുടെ മൈൻഡിൽ പലതരത്തിലുള്ള പല വേരിയേഷൻസിലാണ് പല വികാരങ്ങളും കടന്നു പോകുന്നത് അല്ലെ. ഈ വികാരങ്ങളാണ് ഒരു മനുഷ്യനെ ഓൾറെഡി കൺട്രോൾ ചെയ്യുന്നത്. ടോട്ടലി ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങൾ. നമ്മള് മനസ്സ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു, നമ്മുടെ ശരീരത്തിലുള്ളത് പ്രവർത്തിക്കുന്നു അല്ലെ. അങ്ങനെയാണ് ശരിക്കും ഓൾറെഡി മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും റോബോട്ടിന് തുല്യമാണ്. ഇവിടെ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഓക്കെ, യെസ്. പല വികാര വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് പലതരത്തിലുള്ള ടെൻഡൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നല്ലൊരു ഭാഗമാണ് ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോ മനസ്സിനെ അടുത്തറിയുമ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അതേപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, യെസ്, നോക്കാം. Tendencies of Man, Unit 9. Montessori had much to say about world peace. She always talked about the importance of developing an understanding of the human problems and associated with human society. She firmly believed that the way to do this was taught the child, and that the work of education was to establish a lasting peace. Throughout the history, humans have relied on their genius and versatility for survival. Okay. മോണ്ടിസോറി എന്താണ് ആഗ്രഹിക്കുന്നത്? മോണ്ടിസോറി had much to say about world peace. ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ്, മോണ്ടിസോറി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ എന്തായിരുന്നു അവരുടെ പർപ്പസ്? എന്തായിരിക്കാം? ലോകത്ത് സമാധാനം ഉണ്ടാക്കുക.
അതായത് ലോക സമാധാനത്തെ വിളിച്ചു പറഞ്ഞു. ലോക സമാധാനത്തെ കുറിച്ച് പറയാനായിട്ടാണ് ശരിക്കും പറഞ്ഞ മോണ്ടിസോറി ഈ ഭൂമിയിലെ ജീവനോടെ അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് വന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞ ജീവിതാവസരങ്ങൾ വരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന മോണ്ടിസോറി ടീച്ചിങ് കോഴ്സ് ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ, മോണ്ടിസോറി മാം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി അറിയാമായിരുന്നോ? ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം പോലും നമ്മൾ നോർമൽ ടീച്ചിങ് മെത്തേഡിൽ അത് പഠിച്ചു പോകും അല്ലെ. നോർമൽ ടീച്ചിങ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതങ്ങനെ തന്നെ പഠിച്ചു പോകും. പക്ഷെ ഇവിടെ എന്താ നിരവധി വൈവിധ്യങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. ഒരുപാട് വൈവിധ്യങ്ങൾ നിറച്ചുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും എന്താ മോണ്ടിസോറി. യെസ്, അതായത് ഒരാളെ ശരിക്കും ഇൻഡിപെൻഡന്റ് ആക്കാൻ അല്ലെ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആക്കി മാറ്റുന്ന ശരിക്കും ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്താ മോണ്ടിസോറി. നിങ്ങൾ ഈ ടീച്ചിങ് ഓരോ ചാപ്റ്റേഴ്സുകൾ പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്, സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് മോണ്ടിസോറി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, ആ കോൺസെപ്റ്റ് ശരിക്കും ഉൾക്കൊള്ളാം. ഇതില് ഓരോ മോണ്ടിസോറി ഭാഗങ്ങളിലും നിങ്ങൾ ഒരു മോണ്ടിസോറി ആയി മാറണം. അതാണ് ഇവിടെ വേണ്ടത്. ഓരോ കോൺസെപ്റ്റ് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മോണ്ടിസോറികളായി മാറണം അല്ലെ. എങ്കിൽ മാത്രമേ അവർ പറഞ്ഞ ടെക്നിക്സ് അതേ രീതിയിൽ അതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അവർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഓരോ മോണ്ടിസോറി MT6-ലുള്ളവരെല്ലാവരും മോണ്ടിസോറികളാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ആ ടീച്ചിങ് മെത്തേഡിലേക്ക് നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ഉൾച്ചേരുക, ഇൻഡെപ്റ്റ് ആയിട്ട് അതിനുള്ളിലേക്ക് പോകും. അപ്പൊ ആ മെത്തേഡില് നിങ്ങൾക്കും കുറെ മാറ്റങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇവര് മോണ്ടിസോറി മാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലത്തെ മെത്തേഡ്സിന് അപ്പുറത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൈവേഴ്സ് ആയിട്ട് ചിന്തിക്കാനും നല്ല രീതിയിൽ മാറ്റങ്ങൾ ഇതിലും കൂടുതൽ ചിലപ്പോൾ കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കുന്നതിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കണം. ഓരോ മോണ്ടിസോറികളായി മാറാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മരിയ മോണ്ടിസോറിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല. അപ്പൊ ആദ്യം എന്താ പഠിക്കേണ്ടത്? അവരെ അറിയണം അല്ലേ. ദിവ്യ ദിശ അവരൊന്നും അറിയില്ല മോണ്ടിസോറിനെ കുറിച്ച്? ഇല്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവരുടെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മള് മോണ്ടിസോറി ടീച്ചിങ് എന്താണെന്ന് അറിയണേക്ക് മുമ്പ് മോണ്ടിസോറി ആരാണെന്ന് അറിയണം. നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മോണ്ടിസോറിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ കംപ്ലീറ്റ്ലി അവരെ കുറിച്ച് അറിയണം. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈല് നിങ്ങൾ പഠിച്ചിരിക്കണം. ആരാണ് മോണ്ടിസോറി, എന്താണ് അവർ ടീച്ചിങ്ങിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് പറയും. ഇതിന് ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഇപ്പൊ ബുക്സുകളുണ്ട്, ലൈബ്രറീസുകളുണ്ട്. ഇതിലൊക്കെ പോയി വായിക്കുക, മാക്സിമം വായിച്ചറിഞ്ഞ് എന്താണ് മോണ്ടിസോറി എന്ന് ആദ്യം അറിയണം കേട്ടോ. ഇവിടെ പ്രാക്ടിക്കൽ സെഷന് മുമ്പ് വന്നേക്കുമ്പോ മോണ്ടിസോറി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മോണ്ടിസോറി ആരാണ്, എന്താണ് അവരുടെ കോൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കോൺസെപ്റ്റിനെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തേ മതിയുള്ളൂ. കാരണം നിങ്ങൾക്കൊരു എന്താ പറയാ ജീവിതത്തിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് വന്നിരിക്കുന്നത് അല്ലെ. നിങ്ങളൊരു കരിയർ ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ടീച്ചർ ആണെന്ന ആഗ്രഹത്തിനാണ് നിങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം മോണ്ടിസോറി കംപ്ലീറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പ്രാക്ടിക്കൽ സെഷൻ വന്നതിന് മുമ്പായിട്ട് തന്നെ അത്യാവശ്യം ബേസിക് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇത് മോണ്ടിസോറിയുടെ നമ്മുടെ ഈ ടീച്ചിങ് മാത്രമല്ല, അല്ലാതെ ഒരുപാട് ബുക്സുകൾ അദ്ദേഹം നേരെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കണം. ഓൾവേസ് ടോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് developing and understanding the human problems and associative human society. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സംസാരിച്ചിരുന്നത്? Importance of developing and understanding the human problems and associative human society. എന്താ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്? ഹ്യൂമന്റെ പ്രോബ്ലംസിനെ കുറിച്ചും ഹ്യൂമന്റെ മനുഷ്യന്റെ പ്രോബ്ലംസ്, പ്രശ്നങ്ങളെ പറ്റി, അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ കുറിച്ച്, ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ സംസാരിച്ചിരുന്നത്. ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ഹ്യൂമൻ പ്രോബ്ലം ആൻഡ് അസോസിയേറ്റീവ് ഹ്യൂമൻ സൊസൈറ്റി.
ഹ്യൂമൻ പ്രോബ്ലം ഹ്യൂമൻ സൊസൈറ്റി രണ്ടും രണ്ടാണോ ഒന്നാണോ? ഉണ്ടല്ലേ? ഒന്നല്ലേ? ഒന്നാണോ? ഹ്യൂമൻ സൊസൈറ്റിയിലാണ് എന്തുണ്ടാവുള്ളൂ? ഹ്യൂമൻ പ്രോബ്ലം ഉണ്ടാവുള്ളൂ, പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കുറിച്ച്, മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെയും കുറിച്ചിട്ടുള്ള ധാരണ വികസിപ്പിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. ആര്? മോണ്ടിസോറി. ഓക്കെ, യെസ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യ പ്രശ്നങ്ങളെ അറിയാൻ തന്നെ ഒരു മനസ്സ് കാണിക്കുമ്പോൾ തന്നെ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് സൊസൈറ്റിക്ക് അവർ കൊടുക്കുന്നുണ്ട് അല്ലെ. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് തന്റെ പുസ്തകങ്ങളുമായിട്ടും അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷെ അതല്ല അവർ ചെയ്തത്. എന്താണ്? ഈ പ്രശ്നങ്ങളിലേക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഇതിനെക്കുറിച്ച് ഇടപെടാനുമായിട്ടാണ് മോണ്ടിസോറി മുന്നോട്ട് വന്നത്. She firmly believed that the way to do this was through the child, and the work of education was to establish a lasting peace. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മോണ്ടിസോറി എന്താണ് വിചാരിക്കുന്നത്? ഇതിന് പരിഹാരമാണ് ശരിക്കും എന്താ മോണ്ടിസോറി എന്നാണ് അവർ വിചാരിച്ചത്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്താണ്? She firmly believed that way to do this was throughout the child, and that the work of education was to establish a lasting peace. നമ്മുടെ ലോകസമാധാനം നിലനിർത്തുന്നതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും എന്നായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക? എന്ത് വേണം എന്നാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിട്ട് വിദ്യാഭ്യാസമായിരിക്കും അതിന് ഏറ്റവും നല്ലൊരു ഉപാധി എന്നാണ് മോണ്ടിസോറി വിശ്വസിച്ചത്. ഓക്കെ, ശരിക്കും പറഞ്ഞ ആണ് അല്ലെ. കുറെ നമ്മൾ നോക്കിയ ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എല്ലാം പറയുന്ന സമയത്ത് സൊസൈറ്റിയിൽ എല്ലാ മനുഷ്യരും ദുഷ്ടരാണെന്ന് നമ്മൾ പറയാറുണ്ടോ? എല്ലാ മനുഷ്യരും ദുഷ്ടരാണോ? എഡ്യൂക്കേഷൻ കിട്ടി എത്രയോ നല്ല മഹാന്മാരായ മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തില് അല്ലെ. ഒരു 3/4 നല്ല സമാധാനമുള്ള മനുഷ്യർ, അല്ലെങ്കിൽ നല്ല കഴിവുറ്റ അല്ലെങ്കിൽ നന്മയുള്ള മനുഷ്യരുടെ ലോകമാണ് നമ്മുടെ ഈ കൊച്ചുഭൂമി എന്ന് പറയുന്നത്. പക്ഷെ അതിലെ ഒരു കുറച്ച് ഭാഗം മാത്രം ഇവിടെ മോശമായിട്ടുള്ള ഈ പീസ് ഇല്ലാത്ത അല്ലെങ്കിൽ സമാധാനത്തെ നശിപ്പിക്കാനുള്ള ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അവര് പറയുന്നതനുസരിച്ച് എഡ്യൂക്കേഷനിലൂടെ ഉയർന്നു വന്ന, വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ അല്ലെ, മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മറ്റു മഹാന്മാര്, നവോത്ഥാന നായകന്മാർ, ഇവരൊക്കെ എന്താണ് എഡ്യൂക്കേഷനിലൂടെ മുന്നോട്ട് വന്നവരാണ് അല്ലെ. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി മുന്നോട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രശസ്തി മനസ്സിലാക്കുന്നത്? നമുക്കൊരു ലോക സമാധാനം ഉണ്ടാവണം അല്ലെ. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പീസ്ഫുൾ ആയ ഒരു ലോകം, പീസ്ഫുൾ ആയ ഒരു വേൾഡ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സഹോദരം അല്ലെങ്കിൽ പറയാം സമാധാനമുള്ള ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് മോണ്ടിസോറി വിശ്വസിക്കുന്ന എന്താണ്? വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് ലോകസമാധാനം നിലനിർത്താൻ പറ്റൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. Then throughout the history, humans have lived on their genius and versatility of survival. Regardless of race, country or culture, people follow similar patterns. ഇനി ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യരിൽ എന്തെല്ലാം വൈവിധ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെ കാണാൻ സാധിക്കും? അതിജീവനത്തിനായിട്ട് നമ്മൾ പല രീതിയിലുള്ള പ്രയത്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ. എല്ലാ മനുഷ്യരും സർവൈവ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള പ്രയത്നങ്ങളിലൂടെയാണ് കടന്നു. ഇപ്പോഴും നമ്മളാണെങ്കിലും എന്താണ്, നമ്മൾ ഈ ജീവിതം എവിടെയെങ്കിലും എത്തിച്ചേർക്കാനുള്ള ഒരു കഷ്ടപ്പാടിലല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിജീവിക്കാൻ വേണ്ടി ഓരോ ദിവസം കടന്നു പോവുകയല്ലേ നമ്മളോ അല്ലേ? ഇന്ന് മാത്രമാണോ? യെസ്, ഇന്ന് മാത്രമാണോ നമ്മുടെ ജീവിതം? ഇല്ല, ഇന്ന് കഴിഞ്ഞു. നാളത്തേക്കുള്ളേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെ. നാളത്തെ എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ നാളെ ജീവിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവാണ്. നാളെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഇനി അങ്ങോട്ടൊരു ദിവസം എന്തോ ഒരു സക്സസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം അതിജീവിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മൾ. ഓക്കെ, യെസ്. ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, അതിജീവനത്തിനായിട്ട് പ്രയത്നിച്ച കുറെ ആൾക്കാർ, പല രീതിയിൽ അതിജീവന പ്രയത്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു നല്ല കാലഘട്ടത്തിലാണ് വേണമെങ്കിൽ പറയാം.
കാരണം ഇപ്പൊ യുദ്ധമുണ്ടോ? ഇപ്പൊ യുദ്ധം ഉദ്ദേശിച്ചിട്ട് നോക്കണ്ട. പണ്ടത്തെ കാലഘട്ടങ്ങളിലേക്ക് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിരവധി ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? മേൽമുണ്ട് സമരങ്ങൾ അതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ നിങ്ങള്? മേൽമുണ്ട് ധരിക്കാൻ സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ആചാരങ്ങളിലും നമുക്ക് അമ്പലത്തിൽ ക്ഷേത്ര പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച തലമുറയാണ് നമ്മുടെ കേരളത്തിൽ. ഓക്കെ, ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും മൊത്തം ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടെന്ന ഒരു ലോകമാണ് നമ്മുടെ. ഓക്കെ, ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് സംഭവിച്ചു? ആ കാലഘട്ടത്തിലാണ് ഇപ്പൊ ജീവിക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഇതുപോലെ ഒരു ഫ്രീഡം, ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നോ? അതിനു മുമ്പ് നമുക്ക് അതിനു മുമ്പ് നമുക്ക് എന്ത് കിട്ടി? മഹാത്മാഗാന്ധി അത്രയും പ്രയത്നിച്ചുകൊണ്ട്, അല്ലെ? മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ നേതാക്കളും കൂടി പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് നേടിത്തന്നു? സ്വാതന്ത്ര്യം നേടിത്തന്നു, ഫ്രീഡം നേടിത്തന്നു. അത് ശരിക്കും പറഞ്ഞ എന്താണ്? അതിനുശേഷം അതുവരെയുള്ള ഒരു കാലഘട്ടം ഒന്ന് ആലോചിക്കുക. എത്ര കഷ്ടപ്പാടുകൾ, എത്ര അതിജീവിക്കാനുള്ള ഒരു കഷ്ടപ്പാടുകളാണ്, അല്ലെ? അതിജീവനത്തിനായിട്ട് മനുഷ്യരിങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫ്രീഡം ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്. അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ സ്വതന്ത്രരായി, ഇൻഡിപെൻഡന്റ് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മനുഷ്യരുടെ ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ട് വളർന്ന തലമുറകളാണ് നമ്മുടെ എല്ലാവരുടെയും. ഇനി എന്തിന്റെയൊക്കെ പേരിൽ മനുഷ്യർ തമ്മിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്. എന്തൊക്കെ വൈവിധ്യങ്ങളാണ് നമുക്കുള്ളത് മനുഷ്യർ തമ്മില്? എന്തൊക്കെ വൈവിധ്യങ്ങളുണ്ട്? ജാതി, റേസ്, കൾച്ചർ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ എന്തൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്? പാറ്റേൺസ്, ഭാഷയിൽ വ്യത്യാസമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങളുള്ളത്, അല്ലെ? ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഭാഷകളാണ്. പിന്നെ ഭാഷ ഡിപ്പെൻഡ് ചെയ്തിരുന്ന നമ്മുടെ കൾച്ചറിൽ വ്യത്യാസം വരുന്നുണ്ട്, അല്ലെ? സംസ്കാരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ആശയങ്ങളിൽ വ്യത്യാസമുണ്ട്. മനുഷ്യർ തമ്മിലുള്ള പല ആശയങ്ങള്, പല രീതിയിലുള്ള ആശയങ്ങളുള്ളവരാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. പിന്നെ എന്തൊക്കെ വൈവിധ്യങ്ങളുണ്ട് മനുഷ്യർ തമ്മില്? വസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്. വസ്ത്രം, ഓക്കെ. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഇതിലൊക്കെ വ്യത്യാസമില്ലേ നമ്മള്? ഉണ്ട് മിസ്. ഭക്ഷണം ഒരു എത്ര സ്റ്റേറ്റ്സുകൾ ഉണ്ടെങ്കിലും നമ്മള് പലതരത്തിലുള്ള ഭക്ഷണം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല ഭക്ഷണം ഏത് സ്റ്റേറ്റിന്റേതാണ് അറിയാമോ? എന്താ മിസ്? ഏറ്റവും നല്ല ഭക്ഷണങ്ങള്, ഏറ്റവും നല്ല കൾച്ചറും ഭക്ഷണം, പാർപ്പിടം ഒക്കെ ഏത് സ്റ്റേറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്? കേരളമാണോ? കേരളം. ആണോ? ദിവ്യ എങ്ങനെ പറയുന്നു? ദിവ്യ വേറൊരു കൺട്രിയിൽ ജീവിച്ചിട്ട് ഇതൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണെന്നത്. ദിവ്യ ഒന്ന് പറഞ്ഞേ. എനിക്ക് കേരളമാണ് കൂടുതൽ ഇഷ്ടം. അവിടുത്തെ ഭക്ഷണ രീതികള്. ഇവിടെ ഹസ്ബൻഡ് ബോൺ ആൻഡ് ബോട്ട് ഗുജറാത്താണ്. അപ്പൊ ആൾക്ക് ആളുടേതായ ഇഷ്ടങ്ങളും ഫുഡിന്റെ രീതികളും ഉണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടം കേരളത്തിലത്തെയാണ്. കേരളത്തിന്റെ, ഓക്കെ. അപ്പം നമുക്ക് പല വൈവിധ്യങ്ങളുണ്ട്. നമ്മുടെ പാർപ്പിടായാലും ശരി, ഭക്ഷണം. ഒരു പാർപ്പിടം വരുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റേറ്റിൽ പലതരത്തിലുള്ള വീടുകളാണ്. വീടിന്റെ ഷേപ്സ് വ്യത്യാസമുണ്ട്, അല്ലെ? അതായത് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വീടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാത്തിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മനുഷ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഡൈവേഴ്സിറ്റീസ് വരുന്നു, അല്ലെ? അപ്പൊ തന്നെ മനസ്സിലാക്കാം നമുക്ക് പലതരത്തിൽ. ഇത് ഇന്നോ ഇന്നലെയോ സംഭവിച്ചതല്ല, വർഷങ്ങളോളമായിട്ട് മനുഷ്യരുടെ വൈവിധ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇപ്പൊ ടെക്നോളജി വികസിച്ച സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു, അല്ലെ? നമ്മുടെ കൾച്ചറിൽ ടെക്നോളജി വികസിച്ച സമയത്ത് കൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ വന്നത്. എന്തൊക്കെ വ്യത്യാസം വന്നു നമ്മുടെ കൾച്ചറിന് ടെക്നോളജി ഇംപ്രൂവ് ആയതോടെ? ഇപ്പൊ എങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ ഫോൺ ഇല്ല കേട്ടോ. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലല്ല ഓഫ്ലൈൻ ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത്, അല്ലെ? ആണല്ലേ? ആണോ? സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നു വന്ന. യെസ്, എല്ലാ ടെക്നോളജി വികസിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ മനുഷ്യരുടെ ജീവിത സാഹചര്യം ഇംപ്രൂവ് ചെയ്തു, അല്ലെ? കൾച്ചർ ഇംപ്രൂവ് ചെയ്തു. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും എന്താണ്, ഫോൺ ഇല്ലാത്തതായിട്ട് ഇന്നിപ്പോ ആരുമില്ല, അല്ലെ? മൊബൈൽ ഫോൺസ് പല രീതിയിൽ, വെറൈറ്റി ഓഫ് മൊബൈൽ, സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്നവര്, ടാബ് ഉപയോഗിക്കുന്നത്, വീട്ടില് ഇലക്ട്രിക് മെഷീൻസ് ഇല്ലാത്ത ആരുമില്ല, അല്ലെ? വീട്ടിലെല്ലാം മിക്കവരുടെ വീട്ടിൽ ഇലക്ട്രിക് മെഷീൻസ് ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ. മിക്സി,
വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇതൊക്കെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ട് ഇപ്പോഴും? എത്ര കഷ്ടപ്പാടുകളാണെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ അതില്ലാത്ത വീടുകൾ നിരവധി കുറവാണ്. ടെക്നോളജി വർദ്ധിച്ചുള്ള ജീവിത സാഹചര്യം കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സാധാരണക്കാർക്കും ആകാവുന്ന തരത്തിലുള്ള മെഷീനറീസ് ഒന്നും വിപണിയിൽ ലഭ്യമാണ്. അപ്പൊ വൈവിധ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ടെക്നോളജി വികസിച്ച സമയത്ത് മനുഷ്യ ജീവിത സാഹചര്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഈ മനുഷ്യരിലെ സാഹചര്യങ്ങൾ വ്യത്യാസം വരുമ്പോൾ എന്താണ്, അവരുടെ മനസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഒന്നും സംഭവിക്കില്ല. ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, ഭയങ്കര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് നമ്മള്. അല്ല മിസ്. പിന്നെ എങ്ങനെയാണ് ടെക്നോളജീസ് ഒക്കെ വർദ്ധിച്ചതെന്ന് തോന്നാണ്, വർദ്ധിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് അക്രമങ്ങളിലോട്ടൊക്കെ ഇത് കടക്കാൻ തുടങ്ങി. അല്ലെ, ഈ ഫോണിന്റെ ഒരു ദുരുപയോഗം, ടെക്നോളജിയുടെ ഒരു ഉപയോഗം വന്ന സമയത്താണ് എന്താണ് മനുഷ്യന്റെ ആ പാറ്റേൺസ്, ഒരു നല്ലൊരു പാറ്റേൺ ഉണ്ടായിരുന്നു മനുഷ്യർക്ക്, നല്ല സഹജീവിത്വം ഉണ്ടായിരുന്ന നല്ല പാറ്റേണിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ടെക്നോളജിക്കൽ ഓരോ മനുഷ്യരും ഇപ്പൊ റോബോട്ടിന് തുല്യമാണ്. റോബോട്ടിന് തുല്യമാണെന്ന് ഓരോ കുഞ്ഞുങ്ങൾ വരെ. അതായത് ഫോൺ ഉപയോഗിച്ച കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫോൺ ഉപയോഗിക്കാത്ത കുഞ്ഞുങ്ങളെ, മൊബൈൽ ഫോൺസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല മിസ്, എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മളുടെ കൾച്ചർ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മള് ശരിക്കും പറഞ്ഞാൽ ആ ഡൈവേഴ്സിറ്റി ശരിക്കും മനുഷ്യരല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇന്ത്യ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഒരു കൾച്ചറാണെന്ന് പറയാം. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ഇന്ത്യയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ടെക്നോളജി വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായാൽ മതി. ഓരോ ജീവിത സാഹചര്യങ്ങൾ മാറി തുടങ്ങി, ടെക്നോളജീസ് വർദ്ധിച്ചതോടെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അവൈലബിലിറ്റി കൂടി അല്ലെ, ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അധികം ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ഫോണിൽ എടുത്ത് ഓർഡർ ചെയ്താൽ മതി അല്ലെ. ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം, വെച്ചിട്ടുള്ളായിരുന്നു. ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഉണ്ട്, അതിനു വേണ്ടിയുള്ള ആപ്പുകൾ ഉണ്ട്. ഇത്ര പൈസ നമ്മുടെ കറക്റ്റ് ഫോൺ കയ്യിൽ വേണ്ട, പൈസ വേണ്ട, ഒക്കെ ജിപേ ആണ് അല്ലെ. കയ്യിൽ വരെ പൈസ വേണ്ട, നമ്മൾ ഓർഡർ ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു. ടെക്നോളജി എത്രത്തോളം മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് മുതൽ തുടങ്ങിയതാണ് എത്രയോ കഷ്ടപ്പാടുകൾ. അതിജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യര് കഷ്ടപ്പെട്ട് ഇപ്പൊ പറയാൻ കാരണം അതാണ്. മനുഷ്യരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യകാലം മുതലേ, അതായത് ആദിമ മനുഷ്യൻ മുതൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. അവരൊക്കെ ജീവന ആദിമ മനുഷ്യന്റെ കഥകളൊക്കെ അറിയാവുന്നില്ലേ? ആദിമ മനുഷ്യൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ്. ഓക്കെ, ആ ഒരു കാലം മുതൽ, ആ ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെ ഇങ്ങോട്ട് അതിജീവിച്ചു കൊണ്ടാണ്, സർവൈവ് ചെയ്തുകൊണ്ടാണ് മനുഷ്യര് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അവിടെയൊക്കെ എന്താണ്, ആ കാലഘട്ടം മുതൽ മനുഷ്യര് വിചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടം കഴിയും തോറും എന്താണ് മനുഷ്യന്റെ ടെൻഡൻസീസ് മാറി വന്നാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ടോട്ടലി വ്യത്യാസം വരുന്നത്. ഫിസിക്കലി മെന്റലി ഒക്കെ എന്താണ് ഈ ടെൻഡൻസീസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ കൂടി പോയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. പറഞ്ഞു വരുമ്പോ എന്തെങ്കിലും ചില ടോപ്പിക്സിൽ വൈഡായിട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മളുടെ ഇവിടെ 14 ടെൻഡൻസീസ് പറയുന്നുണ്ട്. ബാക്കി ടീച്ചർ പറഞ്ഞോളാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 14 യൂണിവേഴ്സൽ ടെൻഡൻസി, മനുഷ്യന്റെ 14 സാർവത്രിക പ്രവണതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഒന്ന് എക്സ്പ്ലോറേഷൻ, റിപ്പീറ്റേഷൻ, ഓർഡർ, ഗ്രിഗറിയസ്നെസ്, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് മിസ്. ഓക്കെ, അവിടെ വേറെ എന്തെങ്കിലും ആയിട്ടുള്ളൂ? Second one. Yes, order, yes. അത് കറക്റ്റ് ചെയ്തോളാം കേട്ടോ. റിപ്പീറ്റേഷൻ ആയിരിക്കില്ല, വേറെ വേണം ടെക്സ്റ്റിൽ നോക്കിക്കോളാം. Then concentration, self control and perfection. ഇതൊന്ന് നോക്കിയേ നിങ്ങള്. ഇവിടെ 14 ടെൻഡൻസി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റിവിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് വർക്ക്. ഈ 14 ടെൻഡൻസി ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്ന ഒരു ടെൻഡൻസി ഇതിൽ ഏതാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കുള്ള ഒരു ടെൻഡൻസി. ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞു. സെൽഫ് കൺട്രോൾ. ഏതാണ്? സെൽഫ് കൺട്രോൾ.
സെൽഫ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റൊരാൾ പറഞ്ഞേ. ക്യൂരിയോസിറ്റി മിസ്സേ. ക്യൂരിയോസിറ്റി. ഓക്കെ, വെരി ഗുഡ്. പിന്നെ Concentration. കാൽക്കുലേഷൻ. Creativity. ക്രിയേറ്റിവിറ്റി. ഓക്കെ. Concentration. കോൺസെൻട്രേഷൻ. കാൽക്കുലേഷൻ. കാൽക്കുലേഷൻ. എനിക്ക് തോന്നിയാണ് ഇപ്പൊ കാൽക്കുലേഷൻ പറഞ്ഞത്. അതെ, എനിക്കറിയാം എന്തൊക്കെ കാൽക്കുലേഷൻ പറയുന്നത്, അതറിയാം. ഓക്കെ, പിന്നെ അടുത്ത ആള്. എനിക്ക് ടീച്ചറെ ഈ 14 ടെൻഡൻസി ഉണ്ടെന്ന് ആരും പറയാൻ എന്താ? ഇതെല്ലാം പല ലെവൽ അനുസരിച്ചാ മാം. നമുക്ക് കൂടുതലുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്, അങ്ങനെയാണ്. പക്ഷേ 14 ടെൻഡൻസീസ് നമുക്കുണ്ട് അല്ലേ? ഞാൻ ആദ്യം അങ്ങനെ പറയണമെന്ന് വിചാരിച്ചു, പണ്ടത്തരായാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേ. നമ്മളുടെ ഫിസിക്കലി മെന്റലി നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് അല്ലേ? യെസ്, അതാരും ചിന്തിച്ചില്ല കേട്ടാ. അതൊന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയുന്നതെന്ന് വിചാരിച്ചു പോട്ടെ, അല്ല അവിടെ അവർ ചിന്തിച്ചു വെച്ചല്ലോ, പറഞ്ഞില്ല എന്നുള്ളൂ. 14 യൂണിവേഴ്സൽ എന്താ നിഷ? മിസ് ചോദിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്ന ടെൻഡൻസി പറയാനല്ലേ, അതുകൊണ്ടാണ് 14 ഒന്നിച്ച് പറയാത്തത്. ടെൻഡൻസിന്നല്ല, നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ടെൻഡൻസി ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നാ ചോദിച്ചത്. അപ്പൊ പറയണമായിരുന്നു ഞങ്ങൾക്ക് 14 ടെൻഡൻസി ടീച്ചറായിരുന്നു. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറില്ല, റിപ്പീറ്റേഷൻ ചെയ്യാറില്ല, ഓർഡർ ഇല്ല, നിങ്ങൾക്ക് ഗിഗറിയസ് ഇല്ലേ? ഗിഗറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ക്യൂരിയോസിറ്റി ആയിരിക്കുള്ളൂ അല്ലേ? അതെ മിസ്. പിന്നെ കാൽക്കുലേഷൻ ഉണ്ടാവും. ഓക്കെ. കോൺസെൻട്രേഷൻ വളരെ കുറവുള്ള ഒരു സാധനം ആണോ? അതെ, ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ള. ഇപ്പൊ ദിവ്യ പറഞ്ഞ പോലെ നമുക്ക് പലതും പല അളവിലാണ്. നമുക്ക് ഇന്റലിജൻസിൽ എല്ലാവരും വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലി എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെൻഡൻസിയിലും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഈ 14 ടെൻഡൻസീസ് നമ്മൾ എല്ലാവർക്കും. ഓക്കെ, യെസ്. പിന്നെ വരുന്നത് സെൽഫ് കൺട്രോൾ. ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. സെൽഫ് കൺട്രോൾഡ് ആണ് നിങ്ങൾ അല്ലെ? പിന്നെ പെർഫെക്ഷൻ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു സാധനമാണ് അല്ലെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ശ്രമിക്കുന്ന, ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെ പോവാറുള്ളൂ. കംപ്ലീറ്റഡ് ആവാറുണ്ടോ ചില സമയത്ത്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് എന്തത്? പെർഫെക്റ്റ് ആവാന്നുള്ളത്. വർക്ക് പിന്നെ പറയേണ്ട ടീച്ചറെ, വർക്കാണ് അല്ലെ? എപ്പോഴും ആക്ടിവിറ്റി ബേസ്ഡ് ആണ് നമ്മള്. ക്ലാസ്സിലായാലും വീട്ടിലായാലും എപ്പോഴാണെങ്കിലും എപ്പോഴും ഉറങ്ങുന്ന നേരത്ത് മാത്രമേ ചിലപ്പോൾ ഉറങ്ങുന്നുള്ളൂ. ഉറങ്ങാറും കൂടി ഇല്ല അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്പ്ലോറേഷൻ എന്താണ്, ഓർഡർ എന്താണ്, അബ്സ്ട്രാക്ഷൻ എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഓക്കെ, ആരാണ്? ദിവ്യാണ്. ടീച്ചർ എന്ന പുതിയ ചാപ്റ്റർ എടുത്തു, ടെൻഡൻസീസ് ഓഫ് മാൻ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് എടുത്തത്. താങ്ക് യു മിസ്, താങ്ക് യു ഫ്രണ്ട്സ്. ഇന്നൊരു ചെറിയൊരു ആക്ഷൻ സോങ് ആണ്. കാണുന്നുണ്ടോ? വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. സന്തോഷം. അപ്പൊ ആക്ഷൻ സോങ് ആണ്, തുടങ്ങാണ്. I can see left, I can see right, I can see left, I can see right. Hello to you, I look at the ground, I look at the sky, I look at the ground, I look at the sky. Fly off, little bird, fly off, little bird, fly off, little bird, fly off. Goodbye, 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 goodbye to all of you. Thank you. Okay, thank you. Goodbye. Thank you so much, Divya. Thank you. Have a nice day. Okay, thank you. Bye. Thank you, miss. Thank you.